ഹലോ ഹാപ്പി സോൾ സെൽഫ് ലവ് ചലഞ്ചിന്റെ 17ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സെൽഫ് ലവ് ചലഞ്ച് നമ്മൾ 17ാമത്തെ ദിവസമാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നതെന്ന് ശരിക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ. അതായത് ഡേ 1 തുടങ്ങി ഡേ 16 ദിവസം വരെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഡേ 17ലേക്ക് ഓരോ ദിവസവും ഓരോ മനോഹരമായ എപ്പിസോഡാണ്, മനോഹരമായ ഓരോ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതിന് എല്ലാ ദിവസവും കുറച്ച് സമയം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് വേണ്ടിയിട്ട് ആ സമയം നമ്മൾ മാറ്റിവെക്കുന്നതിൽ അതിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഞാൻ നിങ്ങളെ ഒത്തിരി അധികം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ഡേ 17 നിങ്ങൾ എന്താണ് ഡീൽ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ. 17ാമത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലുള്ള ഒരു പാർട്ടിനെയാണ് നിങ്ങൾ മിറർ വർക്ക് വെച്ചിട്ട് നിങ്ങൾ ഹീൽ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ശരിക്കും ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരിക്കും സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ജോലിയിൽ സ്ട്രെസ്സ്, വീട്ടിലെ കാര്യങ്ങളിൽ സ്ട്രെസ്സ്, പണത്തിൻ്റെ കാര്യങ്ങളിൽ സ്ട്രെസ്സ്, അങ്ങനെ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു വേർഡാണ്. സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്, സെർച്ച് ചെയ്യാറുണ്ട്. നമുക്ക് എങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സിനെ കുറയ്ക്കാം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. സ്ട്രെസ് ഇല്ലാതെ ഒന്ന് ജീവിച്ചാൽ മതി, ഒരു സ്ട്രെസ്സ് കാരണം മുടിയൊക്കെ പോകുന്നത് എന്നൊക്കെ. സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഭയങ്കര എപ്പോഴും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്, കോമൺ ആയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തെന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു ഫിയറാണ്, ഒരു പേടിയാണ്. നമുക്ക് നമ്മളിൽ വിശ്വാസമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ തോന്നുന്ന ഒരു ഫിയർഫുൾ സിറ്റുവേഷനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്ട്രെസ്സ് നമുക്ക് പല ഏരിയയിൽ, നമ്മുടെ ആരോഗ്യത്തെ പറ്റിയുള്ള സ്ട്രെസ് ഉണ്ടാവാം, മണി ഏരിയയിൽ നമ്മുടെ കരിയറിനെ പറ്റി, നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി, അങ്ങനെ പല കാര്യങ്ങളെ ഓർത്ത് നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ മിറർ വർക്കിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു സാധ്യതകളെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മളെ ലിമിറ്റ് ചെയ്ത് നമുക്കതിന് പറ്റത്തില്ലായിരിക്കും, നമ്മളെ ഡൗട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഫിയർ കയറി വരുന്നത്. ഈ ഫിയർ മാറി അടുത്ത സ്ട്രെസ്സിലേക്ക് വരുന്നത് നമുക്ക് പലപ്പോഴും നമ്മളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഒരു 5 വയസ്സുള്ള ഒരാളുടെ കോൺഷ്യസ്നെസ്സിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത്. നമുക്കത് പറ്റത്തില്ലായിരിക്കും, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, നമുക്കത് ചെയ്താൽ ശരിയാവത്തില്ലായിരിക്കും, പൊട്ടിപ്പോകുമോ അല്ലെങ്കിൽ തെറ്റായി പോകുമോ, ഞാനെടുക്കുന്ന ഡിസിഷൻസ് ശരിയാവത്തില്ലേ എന്നൊക്കെയുള്ളൊരു ഭയമാണ് ശരിക്കും നമ്മളുടെ മനസ്സിൽ നിന്നും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കാത്തതാണ്. ആ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട, നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമുക്ക് നമ്മളോടുള്ള കഴിവുകൾ, വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്ക് നമ്മളോടുള്ള വിശ്വാസവും നമ്മുടെ കഴിവുകളോടുള്ള അമിതമായ ഒരു വിശ്വാസവുമൊക്കെ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഡേ 17 നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മിറർ വർക്കിൽ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് കണ്ണാടിയിൽ കാണുന്ന അത്ഭുത പ്രതിഭാസത്തോട് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് താങ്ക് യു ആൻഡ് ലവ് യു പറയാം. ഡാർലിങ്, ഐ ലവ് യു സോ മച്ച്. ഓരോ ദിവസവും ഞാൻ നിന്നോട് പ്രണയത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മളോട് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് കണ്ണടച്ച് നിന്നിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് ഇരുന്നുകൊണ്ടോ നിന്നുകൊണ്ടോ ഈ ഒരു മിറർ വർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ എപ്പോഴും കുറച്ചുകൂടി കട്ടി കൂടിയ ഇമോഷൻസ് ഡീൽ ചെയ്യുമ്പോൾ ഇരിക്കാനാണ് എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇരുന്നിട്ടാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം കണ്ണടച്ചിട്ട് നമുക്ക് കണ്ണാടിയിൽ കാണുന്ന അത്ഭുത പ്രതിഭാസത്തോട് നമുക്ക് വളരെ ശാന്തമായിട്ട് നമുക്ക് ബ്രീത്ത് എടുത്ത് ഈ ഒരു മൊമെൻറ്റിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എന്നിട്ട് കണ്ണാടിയിൽ കാണുന്ന ആളോട് നമ്മുടെ ഇന്നത്തെ സ്ട്രെസ്സാണ് നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ പറയാൻ പോകാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രെസ്സും ഫിയറും എല്ലാം കൂടെ നമ്മളൊരു ഓവർ കോട്ടായിട്ട് ധരിച്ച് വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ ടെൻഷനും ഫിയറും എല്ലാം ഒരു ഓവർ കോട്ടായിട്ട് ധരിച്ച് വെക്കുകയാണ്. നമ്മൾ ഈ ഓവർ കോട്ട് അതിങ്ങനെ എൻ്റെ ബട്ടണൊക്കെ ഇങ്ങനെ ഊരി ഇങ്ങനെ കളയുന്നതായിട്ട് ഫീൽ ചെയ്യുക. എന്നിട്ട് ആ കോട്ട് ഇങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ ചൂരട്ടിക്കൂട്ടി നമ്മളിങ്ങനെ എറിയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കണ്ണാടിയിൽ കാണുന്ന ആളോട് പറയണം, ഐ റിലീസ് ഓൾ മൈ ടെൻഷൻ, ഐ റിലീസ് ഓൾ മൈ ഫിയർ, ഐ റിലീസ് ഓൾ മൈ സ്ട്രെസ്, ഐ ആം അറ്റ് പീസ്. ഞാൻ എന്നോടും എൻ്റെ ജീവിത പ്രക്രിയയോടും സമാധാനത്തിലാണ്. ഐ ആം എ കേപ്പബിൾ പേഴ്സൺ. ഞാനൊരു കഴിവുള്ള ആളാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഐ ബിലീവ് ഇൻ മൈസെൽഫ്. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എൻ്റെ മുമ്പിൽ ഒരു ദിവസം വരുന്ന എല്ലാ കാര്യങ്ങളെയും ഡീല് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി എൻ്റെ ഉള്ളിലുണ്ട്. ഐ ലവ് മൈസെൽഫ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് പറയുക. നമ്മൾ എല്ലാ പേടിയും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ റിലീസ് ചെയ്യുന്നതെന്നും നമ്മൾ സമാധാനത്തിലാണെന്നും നമ്മളൊരു കേപ്പബിൾ പേഴ്സൺ ആണെന്നും നമുക്ക് എല്ലാ സാഹചര്യങ്ങളെയും വളരെ മനോഹരമായി ഡീല് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യവും നമ്മൾ ഇന്നത്തെ മിറർ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിറർ വർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം 16 ഡേയ്സ് കഴിഞ്ഞു. 17 ഡേയ്സിൽ നിങ്ങൾക്കറിയാം കുറച്ച് ദിവസം 2-3-4 ദിവസം കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ ഒരു പാക്കേജായിട്ട് ഇത് എൻഡ് ചെയ്യും. നമുക്കത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഡേ 1 കയറിയ ഒരാളല്ല ഡേ 7 ഇരിക്കുന്നത്. എനിക്ക് പൂർണ്ണമായിട്ടും അത് ആത്മാർത്ഥമായി ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പൂർണ്ണമായിട്ടും എനിക്ക് അതിൽ ചേഞ്ച് ഉറപ്പ് വരുത്താൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഡേ 17 നമ്മൾ ഇന്നിവിടെ കണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി 4 ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ 21 ഡേ പ്രാക്ടീസ് അവസാനിക്കുന്നതാണ്. പുതിയ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡേ 1 തൊട്ടുള്ള വീഡിയോസ് ഇവിടെയുണ്ട്. ഓരോ ദിവസവും സമയമെടുത്ത് ഒരു ധൃതിയും വേണ്ട. ഇന്നിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് പോയിട്ട് ഡേ 1 വീഡിയോ കാണുക, അത് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നാണോ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്നത് അന്നാണ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ദിവസം തുടങ്ങുന്നത്. സോ വീഡിയോസ് ഡേ 1 തൊട്ട് കാണുക. കണ്ട് സമാധാനമായി ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങളെ ഹീൽ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ സ്വസ്തിയുടെ ഭാഗമായി മാറുവാനായിട്ട് താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം കമ്മ്യൂണിറ്റിയോടൊപ്പം എൻ്റെ സുന്ദരി കുട്ടികളോടൊപ്പം എൻ്റെ വിമൺ കമ്മ്യൂണിറ്റിയാണ് നമുക്കുള്ളത്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഹീലിംഗ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകളുടെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ സുന്ദരി കുട്ടികൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ലൈഫിൽ ഹെൽത്തിലും റിലേഷൻഷിപ്പിലും കരിയറിലും ഫിനാൻസിലും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം കണ്ടെത്താനും നിങ്ങളുടെ ലൈഫിനെ ഒത്തിരി ബ്യൂട്ടിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു കമ്മ്യൂണിറ്റി ഹീലിംഗ് ആകുമ്പോൾ അവിടെ ഒരു വളരെ വലിയൊരു ട്രാൻസ്പെറൻസി ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു സിസ്റ്റർഹുഡ് ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് സ്വസ്തിയിലുള്ളത്. അപ്പോൾ സ്വസ്തിയുടെ ഭാഗമാകുവാനായിട്ട് താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക്, വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോടൊപ്പം ഉണ്ടാവും. ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മളോട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഡേ 17 ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.